ഈ മലയോര ജനതയുടെ വർഷങ്ങളായുള്ളൊരു ആവശ്യം. അതായത് ഇപ്പോൾ തുരങ്കം എന്നൊക്കെ ഒരു ഐഡിയ ഇപ്പോഴാണ് വരുന്നത്. പണ്ട് മുതലേ ഇവിടുത്തെ ആൾക്കാർ ഈ ചുരത്തിന് ബദലൊരു റോഡ് എന്നുള്ളതായിരുന്നു അതെ. ഉദ്ദേശം. പക്ഷേ അതിൻ്റെ എത്രയോ ഇരട്ടിയാണ് LDF സർക്കാർ ഇപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഈ ടണൽ രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് ഇത്ര ഒരു 4 വരി ഇരട്ട ടണൽ വരുന്നത് അതെ അല്ലേ? അതെ ഇത് പറഞ്ഞാൽ 2006 അന്നത്തെ ഇവിടെ മത്സരിച്ച് ജയിച്ച മത്തായി ചാക്കോ MLA അഭിലാഷമായിരുന്നു. ചാക്കോയ്ക്ക് ഒരു കൊല്ലം മാത്രമേ എടുക്കാൻ കഴിഞ്ഞുള്ളൂ. അതിനുശേഷം ചാക്കോ മരണപ്പെട്ടു. 2007 ജോർജ് തോമസ് MLA ജയിച്ചു കഴിഞ്ഞപ്പം ഇവിടുന്ന് അന്ന് തുരങ്കം എന്നുള്ളൊരു സങ്കല്പമില്ലായിരുന്നു. അന്ന് നമ്മളെ വഴി ബദൽ റോഡ് എന്നുള്ളതാണ്. ഞങ്ങളൊരു 25 പേര് അംഗീകാരമുള്ള ഞങ്ങൾ 100ഓളം പേര് ഇവിടുന്ന് കാൽനടയായിട്ട് MLAയുടെ നിയന്ത്രണത്തിൽ ഞങ്ങൾ മേപ്പാടിക്ക് പോയി. അവിടെ നല്ല ഊഷ്മളമായ സ്വീകരണവും കപ്പയും മറ്റു ബീഫും ഒക്കെ കിട്ടി. അതെല്ലാം കഴിഞ്ഞ് ഇവിടെ വന്ന് വീണ്ടും ആണ് നമ്മുടെ ഇതിനെ പോൾ ഓഫ് ചെയ്തുകൊണ്ടിരുന്നു. നമ്മുടെ LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആണ് ഇതിനൊരു ഫലപ്രാപ്തി ഉണ്ടായത്. ഒന്നാം LDF സർക്കാർ തന്നെ പ്രകടന പത്രികയിൽ ഒന്നാം പിണറായി സർക്കാർ LDF പ്രകടന പത്രികയിൽ ഇത് ചേർക്കുകയും രണ്ടാമത്തെ LDF സർക്കാർ വന്നപ്പോൾ ഇത് പ്രാബല്യത്തിൽ വരുത്തുകയും ചെയ്യുകയാണ് ചെയ്തത്. നിങ്ങൾ അന്ന് ഈ വനയാത്ര നടത്തുമ്പോൾ സ്വാഭാവികം അങ്ങനെ കാട്ടുപാതയിലൂടെ ആയിരിക്കുമല്ലോ നടത്തിയിട്ടുണ്ടാവുക. അന്നേരം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും ഈ വർഷങ്ങൾക്ക് ശേഷം ഇവിടെ ഇങ്ങനെ ഒരു ടണൽ വരുന്നു, തുരങ്കം വരുന്നു എന്നുള്ള സ്വപ്നത്തിലില്ലായിരുന്നു. പിന്നീടുള്ള ഗവൺമെൻറ്റിൻ്റെ LDF ഗവൺമെൻറ് ഇച്ഛാശക്തി എന്നുള്ളത് 100% ആ ഗവൺമെൻറ് ഇച്ഛാശക്തിയാണ്. ഇപ്പം വന്നിരിക്കുന്ന MLAയുടെ പ്രവർത്തനവും LDFിൻ്റെ പ്രവർത്തനവും ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയുമാണ് ഈ ടണൽ റോഡ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് ഇങ്ങനെ ഒരു പദ്ധതി വരുമ്പോൾ ഈ മലയോരത്തെ ജനങ്ങൾ എങ്ങനെയാണ് അതിനെ മലയോരത്തെ ജനങ്ങളിപ്പം ഒരു ആഘോഷമായിട്ട് ഒരു ഉത്സവമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. കാരണം 72 വന്യജീവി സംരക്ഷണ നിയമം കഴിഞ്ഞതിന് ശേഷം ഈ പ്രദേശത്ത് കാട്ടിയെന്നൊക്കെയുള്ള ശല്യം വളരെ അധികമാണ്. കൃഷികൾ കംപ്ലീറ്റ് നശിച്ചുപോയി. അന്ന് UDF ഗവൺമെൻറ്റാണല്ലോ രാജ്യം ഭരിച്ചത്. അവരാണ് LDF വന്യജീവി സംരക്ഷണ നിയമം കൊണ്ടുവന്നത്. അതിനുശേഷം എല്ലാ കൃഷികളും നശിച്ച് ആകെ പിടിവള്ളിയില്ലാതെ ഇരുന്ന ഒരു സമയത്താണ് നമ്മുടെ ഈ തുരങ്കപാത എന്നുള്ള ആശയം ഇപ്പം സാക്ഷാത്കരിക്കപ്പെടുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ സെൻറ്റിന് 500 രൂപ പോലും വിലയില്ലാത്ത മരപ്പുഴ മുത്തപ്പമ്പുഴ ഭാഗത്ത് ഇന്ന് ലക്ഷങ്ങൾ വിലയായി. ഭൂമിക്ക് ഇന്ന് ഭൂമി കിട്ടാനില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് ഇന്ന് വളർന്നു കഴിഞ്ഞു.